ഇതുപോൽ കാലത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കാം. സംഖ്യാപുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 12 അതിൻ്റെ 2 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കാം, അല്ലെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കളോട് സംസാരിച്ച് അവരുടെ പക്കൽ നിന്ന് ഗോത്രം ഗോത്രമായി സകല ഗോത്ര പ്രഭുക്കന്മാരോടും ഓരോ വടി വീതം 12 വടി വാങ്ങി ഓരോരുത്തന്റെ വടിമേൽ അവന്റെ പേരെഴുതുക. ലേവിയുടെ വടിമേലോ അഹരോന്റെ പേർ എഴുതേണം. ഓരോ ഗോത്രത്തലവന് ഓരോ വടി ഉണ്ടായിരിക്കണം. സമാഗമന കൂടാരത്തിൽ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുന്ന ഇടമായ സാക്ഷ്യത്തിന്റെ മുമ്പാകെ അവയെ വെക്കണം. ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ വടി തളിർക്കും. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ നിങ്ങൾക്ക് വിരോധമായി പിറുപിറുക്കുന്നത് ഞാൻ നിർത്തലാക്കും. മോശ ഇസ്രായേൽ മക്കളോട് സംസാരിക്കുകയും അവരുടെ സകല പ്രഭുക്കന്മാരും ഗോത്രം ഗോത്രമായി ഓരോ പ്രഭുവിന്റെ ഓരോ വടി വീതം 12 വടി അവന്റെ പക്കൽ കൊടുക്കുകയും ചെയ്തു. വടികളുടെ കൂട്ടത്തിൽ അഹരോന്റെ വടിയും ഉണ്ടായിരുന്നു. മോശ വടികളെ സാക്ഷ്യകൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു. പിറ്റന്നാൾ മോശ സാക്ഷ്യകൂടാരത്തിൽ കടന്നപ്പോൾ ലേവി ഗൃഹത്തിനുള്ള അഹരോന്റെ വടി തളർത്തിരിക്കുന്നത് കണ്ടു. അത് തളിർത്ത് പൂത്തു ബദാം ഫലം കായ്ച്ചിരുന്നു. മോശ വടികളെല്ലാം യഹോവയുടെ സന്നിധിയിൽ നിന്ന് എടുത്ത് ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവന്നു. അവർ ഓരോരുത്തൻ താന്താന്റെ വടി നോക്കിയെടുത്തു. നമ്മൾ അതിന്റെ 8-ാം വാക്യം ഒന്നുകൂടെ നമുക്ക് വായിക്കാം. അതിന്റെ ഒരു ഭാഗം മാത്രം വായിക്കുന്നു. അഹരോന്റെ വടി തളിർത്തിരിക്കുന്നത് കണ്ടു, അത് തളിർത്തു പൂത്തു ബദാം ഫലം കായ്ച്ചിരുന്നു. നമ്മൾ ഈ ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ 3 കൂട്ടരെ പ്രത്യേകമായിട്ട് അഭിഷേകം ചെയ്തിരുന്നു കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒന്ന് രാജാക്കന്മാരെ അഭിഷേകം ചെയ്തിരുന്നു, അതുപോലെ പ്രവാചകന്മാരെ അഭിഷേകം ചെയ്തിരുന്നു, പുരോഹിതന്മാരെ അഭിഷേകം ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ദൈവത്താലെ നിയമിക്കപ്പെട്ടതായ ആദ്യത്തെ പുരോഹിതനായിരുന്നു അഹരോൻ എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ അഹരോൻ ശുശ്രൂഷ ചെയ്ത് ഇസ്രായേൽ മക്കളെ ഒക്കെ നയിച്ച് തൻ്റെ സഹോദരനായ മോശയുടെ കൂടെയൊക്കെ യാത്ര ചെയ്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞു. ശുശ്രൂഷയുടെ ചില അധ്യായങ്ങൾ താൻ പിന്നിട്ട് കഴിഞ്ഞു. എന്നാൽ ഈ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സംഖ്യാപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു കറുത്ത അധ്യായം നമുക്ക് പറയാം, അല്ലെങ്കിൽ കലഹത്തിൻ്റെയും പിറുപിറുപ്പിൻ്റെയും പ്രതിസന്ധിയുടെയും ഒരധ്യായമാണ് വാസ്തവത്തിലെ സംഖ്യാപുസ്തകം 16-ാം അധ്യായം. കാര്യമേ അവിടെ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത് അതിന്റെ 16-ന്റെ 41-ാം വാക്യം വായിക്കാം. യെസ്. പിറ്റേന്നാൾ ഇസ്രായേൽ മക്കളുടെ സഭയെല്ലാം മോശയ്ക്ക് അഹരോനും വിരോധമായി പിറുപിറുത്തു. നിങ്ങൾ യഹോവയുടെ ജനത്തെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞു. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഇസ്രായേൽ മക്കളുടെ സഭയെല്ലാം, ഒരാളല്ല സഭയെല്ലാം ഒന്നിച്ചുകൂടി മോശയ്ക്കും അഹരോനും വിരോധമായി എന്ത് ചെയ്തു? പിറുപിറുത്തു എന്ന് എഴുതിയിരിക്കുന്നത്. എന്നാൽ അതിനു മുമ്പുള്ള ഭാഗങ്ങളെ വായിക്കുമ്പോൾ ആ പിറുപിറുപ്പിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ മക്കളെ മോശയെ അടുത്ത് കടന്നു എന്ന് പറയാണ്, നിന്റെ സഹോദരന് പുരോഹിതനായിരിക്കുന്നു, ലേവ്യർ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നു, അവർക്ക് മാത്രമേ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അധികാരമുള്ളൂ, ഞങ്ങൾക്കും പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കും, ഞങ്ങൾക്കും അത് ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അപ്പോൾ മോശ വളരെ വിഷമിക്കും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കാര്യം ഇവിടെ ഇത്രയും നാളും പുരോഹിത ശുശ്രൂഷ ചെയ്ത് ഈ ദൈവജനങ്ങളെ നയിച്ചതായ മോശയുടെ സഹോദരനായ അഹരോന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നതായ ഒരനുഭവമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ അങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ വളരെ ദുഃഖിതനായ അഹരോനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഭാഗമാണ് നമ്മൾ വായിച്ച 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ. എന്നാൽ ഈ കലഹം നിർത്തുവാനായിട്ട്, ഈ പിറുപിറുത്ത് നിർത്തുവാനായിട്ട്, ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ദൈവം അഹരോന് വേണ്ടി പ്രവർത്തിക്കുന്നതായ ഒരത്ഭുതത്തിന്റെ അധ്യായമാണ് വാസ്തവത്തിലെ 17-ാം അധ്യായം. 16-ാം അധ്യായത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധിയും കലകവും പിറുപിറുപ്പുമാണെങ്കിൽ ഹല്ലേലൂയ, ഇവിടെ 17-ാം അധ്യായത്തിലെ അത്ഭുതങ്ങളുടെ ഒരു അധ്യായം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ ചില അധ്യായങ്ങളിലെ കഷ്ടത കാണും, ചില അധ്യായങ്ങളിലെ വേർപാട്, ചില അധ്യായങ്ങളിലെ നമുക്ക് പ്രതിസന്ധി, ചില അധ്യായങ്ങളിലെ ചോദ്യം ചെയ്യപ്പെടുന്ന അനുഭവങ്ങള്, ചില അധ്യായങ്ങളിലെ ദുഃഖം, ഇതൊക്കെ നമ്മളൊക്കെ അനുഭവിക്കുന്നവരാണ്, അഭിഹരിച്ചിട്ടുണ്ട്, ഇന്നും അഭിഹരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ചില അധ്യായങ്ങളിലും ഞാൻ എന്തെങ്കിലും അത്ഭുതം കണ്ടിട്ടുണ്ട്. ഇന്നും ചില പുതിയ അധ്യായങ്ങൾ തുറന്ന് എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് ശക്തനായ കർത്താവാണ് നമ്മുടെ കർത്താവ്. അത് വിശ്വസിക്കുന്നവരെ കരങ്ങളുയർത്തി നമ്മുടെ കർത്താവിന് ഒരു മഹത്വം കൊടുത്താട് ഹല്ലേലൂയ. അപ്പോൾ ഒരു ചാപ്റ്റർ എന്തുവാണ്? നിന്റെ ജീവിതത്തിൽ ദുഃഖമാണെങ്കിലും ദൈവമക്കൾ വിശ്വസിക്കുക
ആഗ്രഹിക്കണം, ഒരു പ്രത്യാശ ഉണ്ടായിരിക്കണം. അടുത്തൊരു ചാപ്റ്റർ കർത്താവ് എനിക്ക് വേണ്ടി തുറക്കുന്നത് അനുഗ്രഹമായി തീരും. അടുത്തൊരു ചാപ്റ്റർ കർത്താവ് തുറക്കുന്നത് എൻ്റെ ജീവിതത്തിലെ അത്ഭുതമായിരിക്കും. അടുത്തൊരു ചാപ്റ്റർ എൻ്റെ ജീവിതത്തിൽ തുറക്കുന്നത് ഹല്ലേലൂയ വിടുതലായിരിക്കും. ഹല്ലേലൂയ അടുത്തൊരു ചാപ്റ്റർ എൻ്റെ ജീവിതത്തിൽ തുറക്കുന്നത് അനുഗ്രഹമായിരിക്കുമെന്ന് ദൈവത്തിന്റെ മക്കൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. അപ്പോൾ വാസ്തവത്തില് അഹരോന്റെ ജീവിതത്തിലെ ഒരു കറുത്ത രാത്രി എന്ന് നമുക്ക് പറയാം. ഹല്ലേലൂയ. എന്നാൽ ഈ ലേവ്യരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ വളരെ വായിക്കിൽ പോയി നമ്മൾ പഠിക്കുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ലേവ്യരെ കുറിച്ച് വായിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം അതിന്റെ 7 വാക്യം വായിക്കാം. ഇവിടെ നമ്മൾ 49 അധ്യായത്തിന്റെ ഒരു മുഖവര നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിന്റെ ആദ്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത്, കൂടി വരുവീൻ, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും. ഇപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ യാക്കോബിന് 147 വയസ്സായി. അദ്ദേഹം അധികം സമയം തനിക്കില്ല. എന്നാൽ തൻ്റെ മരണത്തിന് മുമ്പ് തൻ്റെ മക്കളെ എല്ലാം വിളിച്ച് അവരോട് പ്രവചിക്കുക, ഭാവിയിൽ എന്തെല്ലാം കർത്താവ് അവരുടെ ജീവിതത്തിൽ ചെയ്യുന്നുള്ളതായ കാര്യങ്ങളെ ദൈവം തന്നോട് പറഞ്ഞത് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ചുരുക്കം പറഞ്ഞിട്ട് ഇങ്ങനെ വേണം പറയാം, ഒരു കുടുംബ യോഗം വിളിച്ചിരിക്കുകയാണ്. ആര്? യാക്കോബ് വിളിച്ചിരിക്കുകയാണ്. ഈ കുടുംബയോഗത്തിന് മക്കൾ വന്നിട്ട് കാണും, കൊച്ചുമക്കൾ കാണും. അതുപോലെ തന്നെ നമ്മളെ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ജോസഫ് മന്ത്രിയായിരുന്നപ്പോൾ ഒരു മന്ത്രിയുടെ പിതാവ് ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചപ്പോൾ തൻ്റെ അകമ്പടിയായിട്ട് ചില മാന്യന്മാരൊക്കെ അവിടെ വന്നു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കല്യാണത്തിന് നമ്മൾ ആളുകളൊക്കെ വിളിച്ച് എത്രയോ പേരാ വരുന്നത് നാട്ടിൽ നിന്ന് എന്ന് പറഞ്ഞതുപോലെ ഒരു വലിയ സംഘം അവിടെ കൂടിയിട്ടുണ്ട്. ഇപ്പോഴേ മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, പല അധ്യക്ഷന്മാരുണ്ട്, പല ഹല്ലേലൂയ പ്രഗത്ഭരായ ആളുകളെ അവിടെ കടന്നു നിന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴേ യാക്കോബ് തൻ്റെ മക്കളോട് പ്രവചിക്കുന്നതായ പ്രവചനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഓരോരുത്തരോട് പറയാണ്, ഹല്ലേലൂയ യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്നുകൊള്ളുവീൻ. എന്നിട്ട് അതിന്റെ ഒന്നാമത് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ 3-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. രൂബേനെ, നീ എന്റെ ആദിജാതൻ, എന്റെ വീര്യവും എന്റെ ശക്തിയുടെ ആദ്യഫലവും. അപ്പോൾ രൂബേന് ആദ്യജാതനാണ്, മൂത്ത പുത്രനാണ്. അവനെ വിളിച്ച് പറയാണ്, നീ എന്റെ വീര്യവും എന്റെ ശക്തിയുടെ ആദ്യ ഫലവുമാണ്. എന്നിട്ട് പറയാണ്, ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യം, ബലത്തിന്റെ വൈശിഷ്ട്യം തന്നെ. നല്ല അനുഗ്രഹിക്കപ്പെട്ട വാക്കുകൾ ആരെ കുറിച്ച് പറയുന്നു? രൂബനെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ മക്കളുടെ നമ്പർ അനുസരിച്ച് ഓരോരുത്തരെ വിളിച്ച് അനുഗ്രഹത്തിന്റെ വാക്കുകൾ പറഞ്ഞു. അപ്പോൾ മറ്റു മക്കൾ എന്തുവാണ്? രൂപനെ വിളിച്ചു കഴിഞ്ഞ് രൂപനെ കുറിച്ച് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തുവാണ്? മറ്റുള്ള മക്കളെ ചിന്തിക്കുകയാണ്, എന്നെ ഇപ്പം വിളിക്കും അപ്പന്. എന്നെ വിളിക്കുമ്പോൾ എന്നോടും അനുഗ്രഹത്തിന്റെ വാക്കുകൾ പറയും, എനിക്കത് കേൾക്കണം. എൻ്റെ അപ്പൻ പറയുന്ന എനിക്ക് കേൾക്കണം. കാര്യം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ അബ്രഹാം ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു, യാക്കോബ് തന്റെ മക്കളെ വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ തലമുറയായി അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നതായ ഹല്ലേലൂയ പ്രിയ യാക്കോബിന്റെ കുഞ്ഞുങ്ങളെ ഇപ്പോഴേ ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ്. എന്നാൽ രൂപനയോട് അനുഗ്രഹത്തിന്റെ വാക്കുകളെ പറഞ്ഞു. അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കും. 5-ാം വാക്യം വായിക്കാം. ശിമെയോനും ലേവിയും സഹോദരന്മാർ, അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. അതിന്റെ 7-ാം വാക്യം കൂടെ വായിച്ചു. 7-ാം വാക്യം. അവരുടെ ഉഗ്രകോപവും കഠിനക്രോധവും ശപിക്കപ്പെട്ടത്. ഇപ്പോഴേ വാസ്തവത്തിലെ ലേവിയെ വിളിച്ചിരിക്കുകയാണ്. ലേവിയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ വളരെ ശാന്തമായി ലേവി ഇപ്പോഴേ അപ്പന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാണ്. അപ്പനെ തലയിൽ കൈവയ്ക്കും, അനുഗ്രഹിക്കും. അനുഗ്രഹത്തിന്റെ വാക്കുകൾ കേൾക്കുവാനായിട്ട് ആഗ്രഹിച്ച് കടന്നു ചെല്ലുന്നതായ ലേവിക്ക് കിട്ടിയത് എന്തുവാണ്? കേട്ടത് എന്തുവാണ്? അവരുടെ ഉഗ്രകോപവും കഠിനക്രോധവും ശപിക്കപ്പെട്ടത് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ വാസ്തവത്തില് അത് പബ്ലിക്കായിട്ട് എന്തുവാണ്? അപ്പന് ഡിക്ലെയർ ചെയ്യാണ്, അല്ലെങ്കിൽ അപ്പനെ വിളിച്ച് പറയാണ്. പലരും അത് കേട്ട് കാണും. ഞാൻ വിശ്വസിക്കുന്നു അത് ലേവി ഗോത്രം അല്ലെങ്കിൽ അവർ കേട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിലെ വലിയ മുറിവ് സംഭവിച്ചു കാണും. അയ്യോ, ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ അപ്പൻ്റെ അടുത്ത് കടന്നു വന്നു, എന്നാൽ ഞങ്ങൾ ശപിക്കപ്പെട്ടവരാണെന്ന് അപ്പൻ എന്തുവാണ് വിളിച്ചു പറയുന്നതായ ആ ശബ്ദം കേട്ടപ്പോൾ അവരുടെ ഹൃദയം മുറിഞ്ഞു കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെ സ്തംഭിച്ച് നിന്ന് കാണും. ഇതെന്തുവാണ് ഞങ്ങൾ കേട്ടത് എന്ന് അവര് ചിന്തിച്ചു കാണും. ഹല്ലേലൂയ. എന്നാൽ അത് മറന്നു അവർ കർത്താവിന് വേണ്ടി എന്തുവാണ് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ തുടങ്ങി മുന്നോട്ട് ഹല്ലേലൂയ മോശയുമായി ഒന്നിച്ച് അവരുടെ മരുഭൂമി യാത്ര നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ലേവി ഗോത്രത്തെ ഹല്ലേലൂയ അപ്പൻ ശപിച്ചുവെങ്കിലും, അപ്പൻ അവനെ തള്ളിക്കളഞ്ഞെങ്കിലും, അപ്പൻ അവരുടെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചു
അനുഗ്രഹിച്ചുവെങ്കിലും അപ്പന് ഹല്ലേലൂയ അവരെ അനുഗ്രഹിച്ചില്ല എന്ന് ഒരു തരത്തിൽ നമുക്ക് പറയാം. എന്നാൽ അപ്പന്റെ അനുഗ്രഹങ്ങളെ അവര് കേട്ടില്ല എങ്കിലും ലഭിച്ചില്ല എങ്കിൽ തന്നെയും ഇവിടെ ദൈവം അവരെ പ്രത്യേകമായി അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 32-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം വായിക്കാം. യെസ്. മോശ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തിൽ ഉള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എന്നാറേ ലേവ്യർ എല്ലാവരും അവന്റെ അടുക്കൽ വന്നുകൂടി. ഇവിടെ ഈ 32-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിലെ ഹല്ലേലൂയ ഒരു കറുത്ത അധ്യായം, അല്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധിയുടെ അധ്യായം, മോശയെ വളരെ കരയിപ്പിച്ചതായ ഒരു അധ്യായം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹൃദയത്തെ വളരെ വേദനിപ്പിച്ചതായ ഒരു അധ്യായം. കാര്യം ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്. എക്സോഡസ് പുറപ്പാട് 20-ാം അധ്യായം, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുതെന്ന് ദൈവം തന്റെ കൽപ്പന കൊടുക്കുന്നു. എന്നാൽ ഇവിടെ നമുക്ക് 32-ാം അധ്യായം വായിക്കുമ്പോൾ മോശ എന്തുവാണ് ഇപ്പോൾ പർവ്വതത്തില് കയറിപ്പോയി. ഏതാണ്ട് 40 ദിവസം എടുത്തു പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാനായിട്ട്. എന്നാൽ മോശ ഇറങ്ങി വരുവാനായിട്ട് അല്പം താമസിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഇത്രയും കൊണ്ടുവന്നായ മോശ എവിടെ പോയി എന്നുള്ളതായ ചോദ്യം. അപ്പോൾ ഞങ്ങളെ ഇനിയും ആരെങ്കിലും നടത്തുവാൻ വേണ്ടി ഹല്ലേലൂയ ഒരു ദൈവം ദൈവത്തെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അതിന്റെ 32-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ ഞങ്ങൾക്ക് മുമ്പായി നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. ഞങ്ങളെ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്നതായ പുരുഷനായ ഈ മോശക്ക് എന്ത് ഭവിച്ചുവെന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ. അപ്പോൾ മോശ മടങ്ങി വരുവാനായിട്ട് താമസിച്ചു കഴിഞ്ഞപ്പോൾ മോശ എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇത്രയും സമയം അദ്ദേഹം കൊടുത്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞ് അവരുടെ കുണുക്കും കാതിൽ കിടന്നതും കഴുത്തി കിടന്നതും ഒക്കെ അവരെടുത്ത് എന്താണ് വാർത്ത് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അന്യ ദൈവം ഉണ്ടാക്കരുത്, അന്യ ദൈവത്തെ ആരാധിക്കരുത് എന്ന് ദൈവത്തിന്റെ കൽപ്പന എന്തുമാണ്, ഒരു കൽപ്പന ലംഘനം എന്തുമാണ് ഇസ്രായേൽ മക്കളെ അവിടെ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മോശ ഇപ്പോൾ പർവ്വതത്തിൽ ഇറങ്ങി വന്നപ്പോൾ വലിയൊരു ശബ്ദം കേൾക്കാം. അപ്പോൾ ജോഷുവ പറഞ്ഞു ആരാധനയുടെ ശബ്ദമായിരിക്കും, ദൈവത്തെ സ്തുതിക്കുന്ന ശബ്ദമായിരിക്കുമെന്ന്. എന്നാൽ മോശയ്ക്ക് മനസ്സിലായി ഈ ശബ്ദം എന്താണ്, ഒരു അവശബ്ദമാണ്, ഇത് ദൈവത്തെ സ്തുതിക്കുന്ന ശബ്ദമല്ല എന്ന് മോശയ്ക്ക് മനസ്സിലായി. നോക്കിയപ്പോൾ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അതിന്റെ മുൻപിൽ നൃത്തം ചെയ്യുന്നതായ, അതിനെ ആരാധിക്കുന്നതായ ഇസ്രായേൽ മക്കളെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് മോശയുടെ ഹൃദയത്തെ വല്ലാതെ പിടിച്ചു കുലുക്കുവാനായിട്ട് ഇടയായി തോന്നുന്നു. മോശയുടെ ഹൃദയത്തെ മാത്രമല്ല, സർവശക്തനായ ദൈവത്തിന്റെ ഹൃദയത്തെ എന്തുവാണ് ഹല്ലേലൂയ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് നമുക്ക് പറയാം. എന്നാൽ ഈ വേദന കണ്ടതായ ദൈവം ഹല്ലേലൂയ അവിടെ ചില സംഹാരങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ നമുക്ക് അവിടെ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കും ഒരു പരാജയത്തിന്റെ കറുത്ത അധ്യായമാണ് 32 തന്നെയും അതിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ മോശ ഒരു ചോയ്സ് എടുക്കണം. കാര്യമേ ഇത്രയും നാളെ എവരെ ഇവിടം വരെ നയിച്ചു കൊണ്ടുവന്നു. അപ്പോൾ കാളക്കുട്ടി ഉണ്ടാക്കി ആരാധിക്കുന്നതായ നല്ലൊരു ഭാഗം ആളുകളെ. എന്നാൽ ഒരു ചോദ്യം ഒന്ന് ചോദിക്കാം. ആ ചോദ്യം ചോദിക്കുമ്പോൾ കർത്താവിന് വേണ്ടി നിൽക്കുവാന്, ദൈവത്തിന് വേണ്ടി നിൽക്കുവാന്, ദൈവത്തെ ആരാധിപ്പാന്, ദൈവത്തിന്റെ സൈഡ് ആര് ചേരുവെന്ന് ഒരു ചോദ്യം ചോദിക്കാം എന്ന് വിചാരിച്ച് മോശ ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യം ഇതായിരുന്നു. മോശ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട്, പാളയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു സഭയുടെ വാതിൽ അതാണ് എന്ന് പറഞ്ഞതുപോലെ പാളയം അടിച്ചൊരു താമസിക്കുകയാണ്. അതിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് അവിടെ മൈക്രോഫോൺ ഒന്നുമില്ല. മോശ അത്യുച്ചത്തില് വിളിച്ചു പറയാണ്. എന്തുവാണ് മോശ പറയുന്നത്? ആ വാതിൽക്കൽ നിന്നുകൊണ്ട് വിളിച്ചു പറയാണ്, യഹോവയുടെ പക്ഷത്ത് ഉള്ളവന് എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എന്നാറെ ആര് വന്നു? ലേവ്യരെല്ലാവരും അവന്റെ അടുക്കൽ ഒന്നിച്ചുകൂടി. ഹല്ലേലൂയ. അപ്പന് ശപിച്ചുവെങ്കിലും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഹല്ലേലൂയ ഒരു ചോയ്സ് വന്നപ്പോൾ ഞങ്ങള് അപ്പനാൽ ശപിക്കപ്പെട്ടുവെങ്കിൽ തന്നെയും, ഞങ്ങൾ അപ്പനാൽ തള്ളപ്പെട്ടുവെങ്കിൽ തന്നെയും, ഞങ്ങൾക്ക് മുറിവ് ഏറ്റുവെങ്കിൽ തന്നെയും ഞങ്ങള് അതുവരെ ഞാൻ വിശ്വസിക്കുന്നു ഈ ലേവ്യര് വലിയ സെലിബ്രേഷൻ ഒന്നും കൊണ്ടാടി കാണുകയില്ല. ഇവർ മറ്റുള്ളതായ ഹല്ലേലൂയ സഹോദരന്മാരും അവരുടെ ആ ട്രൈബ്സും അല്ലെങ്കിൽ ഓരോ ഗോത്രങ്ങളും യാത്ര ചെയ്തപ്പോൾ അവരോടുകൂടെ യാത്ര ചെയ്ത് ഈ ലേവ്യര് മുന്നോട്ട് പോയി. കാര്യമേ അവർക്ക് സെലിബ്രേറ്റ് ഒന്നുമില്ല. കാര്യം മറ്റുള്ളതായ അപ്പൻ പറഞ്ഞതായ വാക്കുകളൊക്കെ ഓർത്ത് മറ്റുള്ളവർ സ്തുതിക്കുകയും ആരാധിക്കുകയും ഹല്ലേലൂയ അപ്പൻ പറഞ്ഞതായ നല്ല കാര്യങ്ങളൊക്കെ പൊക്കിപ്പിടിച്ച് എന്തുവാണ് അവർ സംസാരിച്ചുകൊണ്ട് അവർ യാത്ര ചെയ്യാണ്. എന്നാൽ ലേവി ഗോത്രത്തിന് ഒന്നും പറയുവാനില്ല. എന്നാൽ ഇവിടെ ഒരു ചോയ്സ് അവർക്ക് ലഭിച്ചപ്പോൾ അവരൊരു വലിയ തീരുമാനമെടുത്തു. ആ തീരുമാനം എന്തുവാണ്? അവരുടെ ചരിത്രത്തെ എഴുതിത്തിരുത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. അവരുടെ തീരുമാനം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഹോവയുടെ പക്ഷത്ത് ആര് നിൽക്കുമെന്ന് ചോദിച്ചപ്പോൾ
ചോദിച്ചപ്പോൾ ഹല്ലേലൂയ, മോശ ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇനി നിൽക്കുമെന്ന് പറഞ്ഞ് മുന്നോട്ട് കടന്നു വന്നായ ലേവ്യരെ അനുഗ്രഹിക്കുന്നതായ സർവശക്തനായ ഒരു ദൈവത്തെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് പലകാലം ആര് കർത്താവിന് വേണ്ടി നിന്നിട്ടുണ്ടോ, ആര് കർത്താവിന് വേണ്ടി ഈ തലമുറയിൽ നിൽക്കുമോ, അവരെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ, എത്ര പേര് വിശ്വസിക്കും? അതുകൊണ്ട് ദൈവമക്കളായ നമ്മളെ ഏത് കാലത്തും ഏത് സമയത്തും ഏത് രാജ്യത്ത് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാലും നമുക്കൊരു തീരുമാനം ഉണ്ടായിരിക്കണം. ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി നിൽക്കും, എൻ്റെ ദൈവത്തിന്റെ പക്ഷത്ത് ഞാൻ നിൽക്കും. ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് നീ മുന്നോട്ട് പോകുന്നുവെങ്കിൽ നിന്നെ മാനിക്കുന്നതായ, നിന്നെ അനുഗ്രഹിക്കുന്നതായ ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ പക്ഷത്ത് ആരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, മോശയുടെ ഹൃദയം സന്തോഷിച്ചു കാണും. അവർ മാറി നിന്നു. അന്നേ ദൈവം അവരെ കണ്ടു. ഹല്ലേലൂയ, അവരുടെ ആ തീരുമാനം, അവരുടെ ചരിത്രം പോലും മാറ്റി എഴുതുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തെയും മാമോനെയും കൂടെ നമുക്ക് ഒന്നിച്ച് സേവിക്കുവാൻ സാധിക്കുകയില്ല. രണ്ട് യജമാനന്മാരെ ആർക്കും സേവിക്കുവാനായിട്ട് കഴിയുകയില്ല. രണ്ട് പാർട്ടിക്ക് ആർക്കും വോട്ട് ചെയ്യുവാനായിട്ട് സാധിക്കില്ല. ഒരു പാർട്ടിക്ക് മാത്രമേ വോട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു ദൈവത്തെ നമുക്ക് ആരാധിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരു സത്യദൈവത്തിന് വേണ്ടി നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ട് ദൈവന്മാരുടെ പുറകെ നമുക്ക് പോകാനൊക്കത്തില്ല. ഒരു കാൽ ഇവിടെയും ഒരു കാൽ അവിടെയും വെക്കുവാനായിട്ട് നമുക്ക് ഒക്കത്തില്ല. ഹല്ലേലൂയ, ജഡാഭിലാഷവും ആത്മാഭിലാഷവും എന്താണ് എപ്പോഴും കോൺഫ്ലിക്റ്റിലാണ്. അത് ഒന്നിച്ചു പോകത്തില്ല. അത് ശത്രുത്വം എന്നാണ് പറയുന്നത്. അപ്പോൾ ഹല്ലേലൂയ, നമ്മുടെ കാലുകളെ നമ്മുടെ കർത്താവിന്റെ പക്ഷത്ത് ഉറച്ച് നിൽക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ, നമ്മുടെ കാല് ഇടരരുത്. ഹല്ലേലൂയ, ഇടരാതെ ദൈവത്തിന്റെ പക്ഷത്ത് ഉറച്ച് ഞാനും നീ നിന്നുകൊണ്ട് യാത്ര ചെയ്യുന്നുവെങ്കിൽ ഹല്ലേലൂയ, ഈ ലേവ്യ ഗോത്രത്തെ അനുഗ്രഹിച്ച ദൈവം, അഹരോനെ അനുഗ്രഹിച്ച ദൈവം എന്നെയും നിന്നെയും അനുഗ്രഹിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഹല്ലേലൂയ.